അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനികളെ, പരിശുദ്ധ റമദാനിലെ 14-ാമത്തെ ദിവസത്തിലാണ് നമുക്കെയും നിലകൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇതുവരേക്കും നോറ്റ നോമ്പുകൾ, ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങൾ അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനികൾ, ഈ മഗ്ഫിറത്തിന്റെ പൊത്തിൽ ധാരാളമായി നാം അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നവരാകണം. ഇസ്തിഗ്ഫാർ ധാരാളമായി വർദ്ധിപ്പിക്കണം. അല്ലാഹു മഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന ദിക്ർ ധാരാളമായി ചൊല്ലണം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന ദിക്ർ ധാരാളമായി വർദ്ധിപ്പിക്കണം. അല്ലാഹു തആല നമുക്ക് ധാരാളം ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ച് ദുനിയാവും ആഖിറവും നേടുന്നവരെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇസ്തിഗ്ഫാർ ലാസിമാക്കൽ കൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങളാണ് ലഭിക്കാൻ പോകുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞിട്ടുള്ളത്, ഇസ്തിഗ്ഫാർ ഒരാൾ ലാസിമാക്കിയാൽ അദ്ദേഹത്തിന്റെ എല്ലാ ടെൻഷനുകൾ, എല്ലാ പ്രയാസങ്ങളും നീങ്ങിക്കിട്ടും. അദ്ദേഹത്തിന്റെ സാമ്പത്തികമായ അഭിവൃദ്ധി വർദ്ധിച്ചു വരും. സാമ്പത്തികമായ എല്ലാ നിലക്കുമുള്ള നല്ല ഒരു അഭിവൃദ്ധി അവന്റെ ജീവിതത്തിൽ അവൻ കാണാൻ പറ്റും, അനുഭവിക്കാൻ പറ്റും. ഇത്രയും നല്ല ഒരു കാര്യമാണ് ഇസ്തിഗ്ഫാർ ദിവസവും ചൊല്ലുക എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ സർവ്വ കാര്യങ്ങളും സർവ്വ ആവശ്യങ്ങളും അല്ലാഹു തആല പൂർത്തിയാക്കി തരാൻ ഇസ്തിഗ്ഫാർ ലാസിമാക്കൽ കൊണ്ട്, ദിവസവും ചൊല്ലൽ കൊണ്ട് അത് കാരണമാകുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചതാണ്. മഹാന്മാർ അവരുടെ അരികിലേക്ക് വരുന്ന ആളുകൾക്ക് പരിഹാരമായി കൊടുത്തിരുന്നത് ഇസ്തിഗ്ഫാർ ദിവസവും ചൊല്ലാനാണ്. അപ്പോൾ ഇസ്തിഗ്ഫാർ ഇത്രയും മഹത്വമുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഏറ്റവും ചെറിയ ഒരു ഇസ്തിഗ്ഫാർ, ഈ ഇസ്തിഗ്ഫാർ ദിവസവും ഒരാൾക്ക് 25 തവണ ചൊല്ലാൻ കഴിഞ്ഞാൽ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഉദ്ധരിച്ച ഒരു ഇസ്തിഗ്ഫാറാണ്. മഹാനായ സുറജ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫവാഹിദിൽ കൊണ്ടുവന്ന ഒരു ഇസ്തിഗ്ഫാർ കൂടിയാണ്. മഹാനവർകൾ പറയുന്നു, ഈ ഇസ്തിഗ്ഫാർ ഒരാൾ ദിവസവും 25 തവണ ചൊല്ലിയാൽ, ലാ യറ ഫീ നഫ്സിഹി വമാലിഹി വവലദിഹി ശൈഉൻ യക്റഹുഹ അബദ, അദ്ദേഹം വെറുക്കുന്ന ഒരു കാര്യവും അദ്ദേഹത്തിലും അദ്ദേഹത്തിന്റെ കുടുംബത്തിലും അദ്ദേഹത്തിന്റെ സ്വത്തിലും അദ്ദേഹത്തിന് കാണാൻ പറ്റുകയില്ല. അതായത്, ഞാൻ വെറുക്കുന്ന കാര്യം, എനിക്ക് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ലൈഫിൽ എനിക്കൊരുപാട് വെറുപ്പുള്ള കാര്യമുണ്ടാകും. എനിക്ക് സാമ്പത്തികമായി പ്രയാസമുണ്ടാവുക എന്നുള്ളത് എനിക്കൊരു ഇഷ്ടമുള്ള കാര്യമല്ല. അതേപോലെ തന്നെ എനിക്ക് രോഗം ഇടയ്ക്കിടെ വരിക എന്നുള്ള ഇഷ്ടമുള്ള കാര്യമല്ല. അതേപോലെ തന്നെ വീടില്ലാത്തൊരവസ്ഥ ഇഷ്ടമുള്ള കാര്യമല്ല. അതേപോലെ തന്നെ എനിക്ക് നഷ്ടങ്ങൾ സംഭവിക്കുക, പ്രയാസങ്ങൾ സംഭവിക്കുക, അതേപോലെ തന്നെ കുടുംബത്തിന് പ്രയാസങ്ങൾ സംഭവിക്കുക, മക്കൾക്കിടയ്ക്കിടെ രോഗങ്ങൾ ഉണ്ടാവുക, മക്കൾക്ക് നഷ്ടങ്ങൾ ഉണ്ടാവുക, മക്കൾ മരിച്ചു പോവുക, മക്കൾക്ക് അപകടങ്ങൾ സംഭവിക്കുക, ബുദ്ധിയില്ലായ്മ ഉണ്ടാവുക, അതേപോലെ തന്നെ നമുക്കും നമ്മുടെ മക്കളിലും വെറുക്കുന്ന കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സ്വത്തിൽ, നമ്മുടെ വീടിൽ, നമുക്കുള്ള ബിസിനസ്സിൽ, നമുക്കുള്ള കച്ചവട സ്ഥാപനങ്ങളിൽ, നമ്മുടെ ജോലിയിൽ, അതേപോലെ തന്നെ നമുക്കുള്ള സർവ്വതിലും വെറുപ്പുള്ള ഒന്നും അദ്ദേഹത്തിന് അല്ലാഹു തആല കാണുകയില്ല, കാട്ടിക്കൊടുക്കുകയില്ല. അതായത്, അദ്ദേഹത്തിന്റെ മരണം വരേക്കും പ്രയാസമുള്ള ഒന്നും അദ്ദേഹത്തിനും കുടുംബത്തിനും അദ്ദേഹത്തിന്റെ സ്വത്തിലും അല്ലാഹു തആല കൊടുക്കുകയില്ല. നല്ല അന്തസ്സുള്ള, അഭിമാനമുള്ള, ഇസ്സത്തുള്ള, റാഹത്തുള്ള ജീവിതം അദ്ദേഹത്തിന് ലഭിക്കും. ഈ ഒരു ഇസ്തിഗ്ഫാർ പതിവാക്കിയാൽ ഇത് മഗ്ഫിറത്തിന്റെ പത്താണ്. പാപമോചനം അല്ലാഹുവിനോട് ചോദിക്കേണ്ട പത്താണ്. ഈ 10 തന്നെ നമുക്ക് ഇന്നു മുതൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പതിവാക്കാൻ കഴിയണം. അല്ലാഹു തആല ഭാഗ്യം തരട്ടെ. ദിവസവും 25 തവണ ചൊല്ലിയാൽ മതി. ഇത്രയേ ഉള്ളൂ. ഏതാണ് ആ ഇസ്തിഗ്ഫാർ? അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം അൽ ഹയ്യൽ ഖയ്യൂം അല്ലദീ ലാ യമൂതു വഅതൂബു ഇലൈഹി റബ്ബിഗ്ഫിർലി. ഈ ഒരു ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം അൽ ഹയ്യൽ ഖയ്യൂം അല്ലദീ ലാ യമൂതു വഅതൂബു ഇലൈഹി റബ്ബിഗ്ഫിർലി. ഈ ഒരു ഇസ്തിഗ്ഫാർ ദിവസവും 25 തവണ ചൊല്ലാൻ ഞാനും നിങ്ങളും ശ്രമിക്കണം. അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.